ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥുൻ. ഏസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യാ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചൗരി ചൗര സംഭവത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ആദ്യത്തേത് അല്ലേ. എന്താണ്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അല്ലേ, 1920 നടന്ന നിസ്സഹകരണ പ്രസ്ഥാനം അല്ലേ. അപ്പോൾ ആ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. എന്താണ്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ചൗരി ചൗര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ്. ശ്രദ്ധിക്കുക, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് ചൗരി ചൗര എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ചൗരി ചൗരയിൽ അല്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചൗരി ചൗരയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ സമാധാനപരമായിട്ടൊരു ജാഥ സംഘടിപ്പിച്ചിരുന്നു. ഈ ജാഥയെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്താണ് ജാഥയ്ക്ക് നേരെ വെടിയുതിർക്കുകയും ഈ ഒരു വെടിവെപ്പിൽ അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ വെടിവെപ്പിനെ തുടർന്നിട്ട് അവിടെ ചൗരി ചൗരയിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അല്ലേ. ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ജാഥയിൽ അണിനിരന്നിട്ടുള്ള ആൾക്കാർ തീ വെക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ 22 പോലീസുകാർ വെന്തു മരിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ചൗരി ചൗരയിൽ ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാധാനപരമായിട്ടൊരു ജാഥ നയിക്കായിരുന്നു. ഈ ജാഥ നയിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 1922 ഫെബ്രുവരി 5 എന്നാണ്. 1922 ഫെബ്രുവരി 5. ഓക്കെ, ഈ ജാഥയെ പിരിച്ചുവിടാൻ എന്നതക്കത്തോണം ബ്രിട്ടീഷുകാർ ജാഥയ്ക്ക് നേരെ വെടിയുതിർത്തു അല്ലേ. ഈ വെടിയുതിർപ്പിനെ തുടർന്നിട്ട് രോക്ഷാകുലരായിട്ടുള്ള സമരക്കാർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തീ വെച്ചു. അപ്പോൾ 22 പോലീസുകാർ വെന്തു മരിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1922 ചൗരി ചൗര സംഭവം. 22 പോലീസുകാരാണ് വെന്തു മരിച്ചത് അല്ലേ. അപ്പോൾ ആ സംഖ്യ അല്ലേ ബന്ധിപ്പിക്കാൻ നമുക്ക് എളുപ്പമായി. 1922 22 പോലീസുകാർ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ ഒരു ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുഴക്കിയൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യമാണ് ഹിന്ദു മുസൽമാൻ കി ജയ്. എന്ത് മുദ്രാവാക്യമാണ്? ഹിന്ദു മുസൽമാൻ കി ജയ് എന്ന മുദ്രാവാക്യമായിരുന്നു ഇവർ മുഴക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സംഭവത്തെ തുടർന്നിട്ട് അല്ലേ നമുക്കറിയാം നിസ്സഹകരണ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം ഇന്ത്യയിലുള്ള INC ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ എല്ലാവരും അല്ലെ, ഇന്ത്യയിൽ ഒരുവിധം എല്ലാവരും ഒരു ബഹുജന പ്രക്ഷോഭം അല്ലെ, ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഒരു ബഹുജന പ്രക്ഷോഭമായിരുന്നു ഏത്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. അപ്പം എല്ലാവരും എന്താണ് ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് അല്ലേ, ഗാന്ധിജി ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാമെന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു 1922 ഫെബ്രുവരി 5 ഈ ഒരു ചൗരി ചൗര ഇൻസിഡന്റ് നടന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അല്ലേ, അതായത് 1922 ഫെബ്രുവരി 12 ഗാന്ധിജി ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം താൻ പിൻവലിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നത്. എന്നാണ് 1922 ഫെബ്രുവരി 12 അല്ലേ. അതായത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ക്രൂരകൃത്യം ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലേ. ഇത്തരം ഒരു ക്രൂരകൃത്യം ഉണ്ടായത് താൻ അഹിംസയെ പറ്റി അണികൾക്ക് പറഞ്ഞു കൊടുത്തത് നേരായ വിധത്തിലായിട്ടില്ല. അതിനാൽ താൻ ഇതാ എന്ത് ചെയ്യുന്നു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? ഗാന്ധിജി പറയുന്നത്. അതായത് തെറ്റ് ആരത് തന്നെയാണ്? ഗാന്ധിജിയുടേത് തന്നെയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അടുത്തത്, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അല്ലേ നിർത്തിവെച്ചതിനെ പറ്റിയിട്ട് ചില ദേശീയ നേതാക്കൾ അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട് അല്ലേ. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്നത്. ആരാണ്? മോത്തിലാൽ നെഹ്റു അല്ലേ. അദ്ദേഹം പറയാണ്, ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. എന്താണ്? ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല അല്ലേ. ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അടുത്ത വ്യക്തിയാണ് അല്ലേ സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. സുഭാഷ് ചന്ദ്രബോസ്
അല്ലേ അദ്ദേഹം ഈ ഒരു ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ അല്ലേ എന്താ അഭിപ്രായപ്പെട്ടത്? ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്താണ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാ ചോദിച്ചാല് സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. ഇനി ഈ ഒരു ഇൻസിഡന്റ് അതായത് ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലേ അതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ട്രെയിൻ ഓടുന്നുണ്ട്. ആ ട്രെയിനാണ് ചൗരി ചൗര എക്സ്പ്രസ് അല്ലേ. ഇതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഓടുന്ന ട്രെയിൻ ഏതാണ്? ചൗരി ചൗര എക്സ്പ്രസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ചൗരി ചൗര എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഗോരഖ്പൂരിനെ അല്ലേ കാൺപൂരുമായിട്ട് അല്ലേ. ഗോരഖ്പൂർ കാൺപൂർ എന്നീ 2 സ്ഥലങ്ങളെ തമ്മിലാണ് ചൗരി ചൗര എക്സ്പ്രസ് എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണ് ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഗോരഖ്പൂർ ആയിക്കോട്ടെ കാൺപൂർ ആയിക്കോട്ടെ അവിടെ തന്നെയാണ്, ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്താണ് ചൗരി ചൗര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും നേരം വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്